മാനന്തവാടിയെ ഇന്നലെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഈ വാർത്താ ദിനത്തിലേറെ നടുക്കുന്ന ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചെരിഞ്ഞത്. ഒറ്റനാൾ കൊണ്ട് ഏറെ ആരാധകരെയാണ് വയനാട്ടിൽ തണ്ണീർക്കൊമ്പൻ സ്വന്തമാക്കിയത്. കയ്യടികളോടെയായിരുന്നു മാനന്തവാടിക്കാർ ആനയ്ക്ക് യാത്രയയപ്പ് നൽകിയത്. അത് നമ്മൾ കണ്ടിരുന്നു ഇന്നലെ. എന്നാൽ ആ യാത്ര മരണത്തിലേക്കായിരുന്നു എന്ന ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തണ്ണീർക്കൊമ്പൻ ഒരിടത്ത് നിറഞ്ഞു നിന്നത് 18ലേറെ മണിക്കൂറുകൾ. ഒരു രാത്രി പിന്നിടുമ്പോഴേക്കും കേട്ടത് ആനയുടെ മരണവാർത്ത. നടുക്കം വിട്ടുമാറുന്നില്ല മാനന്തവാടിക്കാർക്ക്. എടവകയിലും മാനന്തവാടിയിലും മണിക്കൂറുകൾ നിറഞ്ഞു നിന്ന കാട്ടുകൊമ്പൻ കർണാടകയുടെ വനം കടന്ന് വയനാടിൻ്റെ ജനവാസ കേന്ദ്രത്തിലേക്കെത്തി. പേര് തണ്ണീർ എന്ന വിവരം പിന്നീട് പുറത്തു വന്നു. ഹാസൻ ബേലൂർ മേഖലയിൽ തോട്ടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ കൊമ്പനെ കർണാടക വനംവകുപ്പ് പിടികൂടി മറ്റൊരു കാട്ടിലേക്ക് പറിച്ചു നടുകയായിരുന്നു. നാഗർഹോളെ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഏറെ ദൂരം നടന്നെത്തിയ തണ്ണീർക്കൊമ്പൻ കാര്യമായ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കിയില്ല. ആളുകളെ ആക്രമിച്ചില്ല, കെട്ടിടങ്ങൾ തകർത്തില്ല. അതിനാൽ തന്നെ നാട്ടുകാർക്കും ആനയോട് അലോസരമില്ല. ഒരു ഉപദ്രവകാരികളോ ഒന്നും ആയിട്ടില്ല. ചന്തമുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ ഇത് ഓർക്കുമ്പം ഭയങ്കര സങ്കടമാണ്. എന്നാൽ ആനയുടെ മരണവാർത്ത ഏറെ ദുഃഖത്തോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. നടുക്കം വിട്ടുമാറിയില്ല. ആനയിറങ്ങി കൃഷി നശിച്ചവർ ഉൾപ്പെടെ സങ്കടം പറഞ്ഞു. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അറിഞ്ഞപ്പോൾ മുതൽ. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് തന്നെയെന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട്. ജനവാസ മേഖലയിൽ മയക്കുവെടി ഉതിർക്കുകയല്ലാതെ മറ്റു വഴികൾ ഇല്ലായിരുന്നു വനം വകുപ്പിന് മുന്നിൽ. വെടിയുതിർക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ആരോഗ്യമുള്ള ആനയുടെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ മരണകാരണം ശ്വാസകോശവും ഹൃദയവും ഒന്നിച്ച് നിലച്ച അവസ്ഥയെന്ന് അന്വേഷണം തുടരുന്നു. 1 മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുകൾ, ശ്വാസകോശത്തിലെ അണുബാധ, ആൾക്കൂട്ടത്തിനിടയിലെ സമ്മർദ്ദം, ഇതെല്ലാം ശ്വാസകോശവും ഹൃദയവും ഒരുപോലെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ആനയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായ കണ്ടെത്തൽ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. കർണാടകയിൽ അക്രമകാരിയായിരുന്നുവെങ്കിലും മാനന്തവാടിയിൽ മണിക്കൂറുകൾ തുടർന്ന തണ്ണീർക്കൊമ്പൻ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിരുന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആനയുടെ വിയോഗം. വൈകാരികമായാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയോട് വയനാട്ടുകാർ പ്രതികരിച്ചത്. നമ്മുടെ കിണറിൻ്റെ അവിടുന്ന് കുറച്ച് മണ്ണ് വാരിത്തലയിലിട്ട് ഞാൻ മൂലയ്ക്ക് പോയി. അവിടുന്ന് രണ്ടിടത്തുനിന്ന് കുറച്ച് മണ്ണ് വാരിത്തലയിലൊക്കെ ഇട്ട് തവിട്ടു. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ചുറ്റും അടുത്തടുത്തവർക്ക് നിൽക്കണം. അതൊന്നും അവർ നോക്കുന്ന പോലും ഇല്ലായിരുന്നു. അത്ര നല്ല ഒരു പാവമായിരുന്നു. ജനങ്ങൾക്ക് മറ്റു ഉപദ്രവങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഭക്ഷണം, വെള്ളം അതിന് തീരെ കുറവായിരുന്നു, കിട്ടിയിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അത് വിശപ്പിന് വേണ്ടി വായകൾ പൊട്ടിച്ച് കഴിച്ചല്ലാതെ ഒരു ആക്രമണ സ്വഭാവത്തോട് കൂടി ചെയ്തതല്ല. ജനങ്ങളെ അവിടെ ഇവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളമാക്കിയതുകൊണ്ട് ഒരു കുഴിമാതിരിയുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ആയിപ്പോയി. ചുറ്റോടും റോഡാണ്, മെയിൻ റോഡാണ്, ടൗണാണ്. അതുകൊണ്ട് അങ്ങനെ കുടുങ്ങിപ്പോയി. ചെരിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമമായിപ്പോയി.